സുജിത് ഭക്തൻ ഒരു ഫ്രോഡാണ്, സുജിത് ഭക്തൻ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓൺലൈൻ മീഡിയസിലും പല കാര്യങ്ങളിലും കണ്ടിരുന്നു. ആക്ച്വലി സുജിത് ഭക്തൻ ഒരു ഫ്രോഡാണോ? എന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവര് വാർത്തകളും നുണപ്രചരണങ്ങളും നടത്തി. എന്റെ ഛായാചിത്രം പോലെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്, കാർട്ടൂൺ പിക്ചേഴ്സ് വരെ വെച്ചിട്ടാണ് ചെയ്തത്. എന്റെ പേരോ എന്റെ ചിത്രമോ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചെങ്കിൽ എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ഉപയോഗിച്ചിട്ടില്ല. അറിയാവുന്ന ആളാണ്. അത് കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിനു വേണ്ടി ആലോചിച്ചത്. സ്വാഭാവികം. ഞാൻ 10 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ചോദിച്ചു. ഡിസ്കൗണ്ട് ചോദിച്ചത് തരാഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടിയുടെ നെഗറ്റീവ് വീഡിയോ ഇട്ടതെന്ന് അവർ പറഞ്ഞു. ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്, ശരിയാണ്. ഡിസ്കൗണ്ട് നമ്മള് ആശുപത്രിയിൽ പോയിട്ട് സർജറി ചെയ്യുമ്പോൾ പോലും ആൾക്കാർ ഡിസ്കൗണ്ട് ശരിയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തവരായിരിക്കും. എന്നാലും വിമർശിക്കുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് നമ്മളുടെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് വിമർശനം വേണ്ടത്. പക്ഷെ അപവാദം പറഞ്ഞു വരുത്തുന്നത് തികച്ചും വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അത് ഞങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല. അത് യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകള് പൊതുവെ നേരിടുന്ന, യൂട്യൂബിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ പൊതുവെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ തെറിവിളികള്, പ്രത്യക്ഷമായിട്ടുള്ള തെറിവിളികളൊക്കെ. അത് പലരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രതികരിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിയമങ്ങളൊക്കെ അതിനും മാത്രം പഴുതുകളുള്ളതും അല്ലെങ്കിൽ ലോലവുമാണ്. നമുക്കതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. നിയമങ്ങൾ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് അതിൽ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. കൈയുടെ എക്സ്റേ എടുക്കാൻ വേണ്ടി റൂമിൽ എക്സ്റേ ടേബിളിൽ ഇങ്ങനെ തുണിയിലാണ് സെൽഫി എടുത്തിട്ട് ഇതുവരെ ഉണ്ടാക്കിയതിൽ ഒരു 10ൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് സംഭവം? നല്ല ബിരിയാണി ഉണ്ടാക്കും. വെജിറ്റബിൾ ആണ്, ചിക്കൻ അല്ല. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തന്നായിരുന്നു. ഇടിക്കും. അയ്യോ ഇടിക്കല്ലേ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. കാര്യം അത്ര നമ്മൾ എൻജോയ്മെന്റ് ഒരു ക്രിസ്മസ് ഒന്നും അല്ല, കഴിഞ്ഞ ഓണം പോലെയൊക്കെ തന്നെ അങ്ങനെ നീങ്ങിയൊക്കെ പോകുന്നുള്ളൂ. എന്നാലും ഈ ഒരു ക്രിസ്മസിന് നമ്മൾ കൗമുദി TV നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷോ ഒരു ഗംഭീര സക്സസ് ആവാനുള്ള ആൾക്കാരൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല, യൂട്യൂബിന്റെ കിങ് അല്ലെങ്കിൽ കിങ് ആൻഡ് ക്യൂൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിങ് ആവുമ്പോൾ ക്യൂൻ ആയിരിക്കുമല്ലോ. നമ്മുടെ സുജിത് ബ്രോയും ശ്വേത ചേച്ചിയും, രണ്ടുപേർക്കും സ്വാഗതം. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസിന്റെ അന്ന് എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അടിപൊളി. അപ്പൊ സാധാരണ എല്ലാ ക്രിസ്മസിനും വീട്ടിലായിരിക്കും. അപ്പൊ അവരോടൊപ്പം ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്യും, പുറത്ത് പോകും. അതാണ്. പിന്നെ ക്രിസ്മസിന് ഒരു 3 ദിവസം മുമ്പ് 22-ാം തീയതി എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അടിപൊളി. അപ്പൊ ക്രിസ്മസ് മൊത്തത്തിൽ ടോട്ടലി ഫണ്ണാണ്. ചെലവ് കുറവാണ്. എല്ലാം കൂടെ ഒരുമിച്ച് 25-ാം തീയതി ആഘോഷിക്കും. ഒറ്റ പരിപാടി. ചേച്ചി എന്തൊക്കെയുണ്ട് ക്രിസ്മസിന്? എന്തെങ്കിലും ഒരു ഇപ്പം കുക്കിംഗ് ചാനലൊക്കെ ഉണ്ടല്ലോ, അറിയാലോ എല്ലാവർക്കും. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷുകളൊക്കെ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? മടി. ഭയങ്കര ആക്റ്റീവ്. ഞാൻ കണ്ടിരുന്നു സുജിതരൻ മൊറോക്കൻ ട്രിപ്പിലൊക്കെ പലപ്പോഴും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സംഭവം. ഇപ്പൊ മടുപ്പായല്ലേ സംഭവം? മടി പിടിച്ചു. പിന്നെ അടിപൊളി. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ അടുത്തിപ്പേ കുറേ പ്രശ്നങ്ങൾ സുജിത് ഭക്തൻ ഈ ഒരു പേരിങ്ങനെ കുറേ എല്ലാവരും കേട്ടു അല്ലേ? എനിക്ക് തോന്നുന്നു യൂട്യൂബ് വ്ളോഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇപ്പം ഈ ഇൻസിഡൻറ്റുകൾ ഉണ്ടായപ്പോഴാണ് സുജിത് ഭക്തൻ എല്ലാവരും എന്താണ് ഈ സുജിത് ഭക്തൻ, ആരാണ് ഈ സുജിത് ഭക്തൻ, ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്. എന്താണ് ആക്ച്വലി ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? അതെ, എനിക്ക് പ്രശ്നമില്ല. ഞാനത് കാണുമ്പോൾ ചോദിക്കുന്ന വെച്ചാൽ സത്യത്തിൽ ഈ മാധ്യമങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഒരു വ്യക്തി വൈരാഗ്യം തീർക്കണ പോലെ പലയിടത്തും എനിക്ക് ഫീൽ ചെയ്ത്. അല്ല, അത് അവർക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആരോടും ഒരു വ്യക്തി വൈരാഗ്യം ഇല്ല. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരുന്നതോറും നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടും. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ശത്രുക്കൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. ഞാൻ ആരോട് ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തിയല്ല. പിന്നെ ഇപ്പം എന്താ പറയാ, ഇപ്പം ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ അഫക്ട് ചെയ്യുമല്ലോ. അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുന്നത്. രസമാണ്. ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ കണ്ടായിരുന്നു, കോമ്പറ്റീഷനെ പറ്റി എന്തോ ചോദിച്ചപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതല്ല, അത് ആ സ്പിരിറ്റിൽ ഭക്തൻ എടുത്തു എന്ന്. എത്ര യൂട്യൂബ് ചാനലുണ്ട്? അതെ, കൗമുദിയിലെ ചാനൽ വീഡിയോസ് കൗമുദി കാണുന്നവരൊക്കെ കാണില്ലേ? കാണും. എല്ലാവർക്കും സ്കോപ്പ് അല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക, അത്രേ ഉള്ളൂ.
വിട്ടുപോകുന്നതാണ് നല്ലത്. കൂടുതൽ വെറുതെ നമ്മളിപ്പോ അവിടെ ബോബിച്ചൂരിനെ കണ്ടില്ലേ, അദ്ദേഹത്തിനെ പറ്റി എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, അദ്ദേഹം അതൊക്കെ ആസ്വദിക്കല്ലേ ചെയ്യുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ആ സ്പിരിറ്റിൽ എടുക്കുക. ഈ നെഗറ്റീവ് കമന്റ്സ് വന്നാലും ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ നെഗറ്റീവ് വിമർശനങ്ങള് വേറെ വിമർശനങ്ങളുണ്ട്, രണ്ടു തരത്തിലുള്ള സംഭവമുണ്ട്. വിമർശനങ്ങളുണ്ട്, പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ അതിന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ അപവാദം പറച്ചിലുണ്ട്. വിമർശനങ്ങളെ നമ്മൾ അതിന്റെ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മളെ ഒരു ആർക്കും വിമർശിക്കുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് നമ്മളുടെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് വിമർശനം വേണ്ടത്. പക്ഷെ അപവാദം പറഞ്ഞു വരുത്തുന്നത് തികച്ചും വേറെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അത് നല്ലൊരു നടപടിയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ, നിങ്ങൾ മൂന്നാർ പോയപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഷേതേജയ്ക്ക് താഴെ കമന്റ്സ് വന്ന് ഒരു അപവാദം പറഞ്ഞത്, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് എന്തൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് വീഡിയോസിൽ പലരും അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, അത് യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകള് പൊതുവേ നേരിടുന്ന, യൂട്യൂബിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ പൊതുവേ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ തെറിവിളികൾ, പ്രത്യക്ഷമായിട്ടുള്ള തെറിവിളികളൊക്കെ. അത് പലരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രതികരിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നിയമങ്ങളൊക്കെ അതിനും മാത്രം പഴുതുകളുള്ളതും അല്ലെങ്കിൽ ലോലവുമാണ്. നമുക്കതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. നിയമങ്ങൾ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് അതിൽ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. സുജിത്തേട്ടാ, ഞാൻ ഈ അടുത്തേ കുറച്ച് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ, ന്യൂസുകൾ കേട്ടിരുന്നു. സുജിത് ഭക്തൻ ഒരു ഫ്രോഡാണ്, സുജിത് ഭക്തൻ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓൺലൈൻ മീഡിയസിലും പല കാര്യങ്ങളിലും കണ്ടിരുന്നു. ആക്ച്വലി സുജിത് ഭക്തൻ ഒരു ഫ്രോഡാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ, ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഫ്രോഡാണെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഈയിടെ നടന്നത്. ആ വണ്ടിയുടെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അത് വേറെ കാര്യം, നമ്മനോടൊന്നും തോന്നല്ലേ, നിങ്ങൾ ആ വണ്ടി ഓടിച്ച ആളാണ്, ആ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിലുപരിയായിട്ട് ആ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ വണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ഒരു വണ്ടി മോശമായിരുന്നു, അല്ല ആ കിട്ടിയ വണ്ടിയുടെ മേലെ ഞങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം മാത്രമാണ് ആ വീഡിയോ. അപ്പൊ ആ കിട്ടിയ വണ്ടി മോശമായിരുന്നതുകൊണ്ട് നമ്മൾ ആ വണ്ടി തന്ന ആൾക്കാരോട് പറഞ്ഞു ഇന്നിന്റെ പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു, എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് അവർ പ്രതികരിച്ചിട്ടില്ല. ആ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് അയച്ചു കൊടുത്തിരുന്നു, അവർ പ്രതികരിച്ചിട്ടില്ല. അത്രയൊക്കെ നടന്നിട്ടും ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതിനു ശേഷം 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത്. അതിന് കാരണം ചില കമ്പനികൾ നമ്മളെ വിളിച്ച് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഇത്രാം തീയതി കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കാവൂന്നും പറഞ്ഞ ഒരു എംബാർഗോ ഉണ്ടാവും. അപ്പൊ ആ ഒരു എംബാർഗോ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ദിവസത്തിന് ശേഷം ആ വീഡിയോ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. ആ സമയത്തേക്ക് ഞങ്ങൾ മറ്റൊരു വണ്ടിയിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ വന്നപ്പോഴത്തേക്കിന് ആൾക്കാർ വിചാരിച്ചു എന്താ പറയാ, ഞാൻ ഈ വണ്ടിയുടെ പ്രൊമോഷന് വേണ്ടി ആ വണ്ടിയെ താഴ്ത്തി കാണിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഞാൻ ആ അതേ കമ്പനിയുടെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ടാറ്റയുടെ വണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ടാറ്റയുടെ വേറെ ഏതെങ്കിലും ഒരു വണ്ടിയെ പറ്റി മോശം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ശരിയാണ്. അപ്പൊ ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ അതിനെ മോശമാക്കി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നെ ആ എംബാർഗോ വന്നിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വീഡിയോ അത്രയും പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ വീഡിയോ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ അവരുടെ കസ്റ്റമർ ആണ് എന്ന് പോലും കരുതാതെ, അല്ലെങ്കിൽ അതുപോലും കൺസിഡർ ചെയ്യാതെ അവരുടെ ജീവനക്കാരും അവരുടെ ബാക്കിയുള്ള ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും തെറ്റിദ്ധാരണകളും വരുത്തുന്നതിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. ഞാൻ 10 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ചോദിച്ചു. ഡിസ്കൗണ്ട് ചോദിച്ചത് തരാഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടിയുടെ നെഗറ്റീവ് വീഡിയോ ഇട്ടതെന്ന് അവർ പറഞ്ഞു. ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്, ശരിയാണ്. ഡിസ്കൗണ്ട് നമ്മള് ആശുപത്രിയിൽ പോയിട്ട് സർജറി ചെയ്യുമ്പോൾ പോലും ആൾക്കാർ ഡിസ്കൗണ്ട് ചോദിക്കും, ഇല്ലേ? എന്ത് വാങ്ങാൻ പോയാലും ഡിസ്കൗണ്ട് ചോദിക്കും. അപ്പൊ ഞാനൊരു വണ്ടി വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു, സ്വാഭാവികം. അപ്പൊ എനിക്ക് 5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് തരാമെന്നും പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഈ വണ്ടി ഓടിച്ചു നോക്കുന്നത്. ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ വണ്ടിയെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടിയപ്പോൾ പറഞ്ഞു എനിക്ക് ഇത് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതവിടെ മാറ്റി വെച്ചു. അതിനുശേഷം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഇതിന്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, കാരണം ഞങ്ങൾ ആ സമയത്ത് ഓഫ് റോഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ വീഡിയോയിലാണ് ഞങ്ങൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 2 വീഡിയോ ഇട്ടു. അതിൽ വിവാദം ഉണ്ടായതിനു ശേഷം രണ്ടാമത്തെ വീഡിയോ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. ആദ്യത്തെ വീഡിയോ ഇപ്പോഴും 3 ലക്ഷം പേരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് കറക്റ്റായിട്ട് ആളുകൾക്ക് അറിയാതെയാണ് ആളുകൾ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നീട് ശരിക്കും ആ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു
മാർക്കറ്റിങ്ങിന്റെ ഒരു അഭാവം അല്ലെങ്കിൽ ഒരു PR വർക്കിന്റെ ഒരു തെറ്റായ സ്ട്രാറ്റജിക്ക് ഒരു എക്സാമ്പിൾ ആയി മാറി. അത് പലരും കേസ് സ്റ്റഡി ആയിട്ട് വരെ എടുത്തിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്തു. ഞങ്ങൾ ആ വണ്ടിയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഒരു ഓഫ് റോഡ് എന്ന് പറയാൻ പോലും പറ്റില്ല, ഒരു കുന്നിന്റെ മുകളിലേക്ക് വണ്ടി, ടാറില്ലാത്ത ഒരു കുന്നിന്റെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ നോക്കിയപ്പോൾ ആ വണ്ടിയിൽ ഉണ്ടായ കുറച്ച് എറർ മെസ്സേജുകൾ വന്നു. നമുക്ക് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എറർ മെസ്സേജ്. ആ വണ്ടിയിൽ വന്ന എറർ മെസ്സേജുകൾ വന്നു, അത് നമ്മൾ കാണിച്ചു. ആ കിട്ടിയ വണ്ടിക്ക് പോലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കാണിച്ചു. അതേ റൂട്ടിൽ ഒരു ഓട്ടോറിക്ഷ വരെ ഒരാൾ ഓടിച്ചു കയറ്റി, അതും ഒരു ട്രോളായി. അത് ഭയങ്കര വൈറലായി. അത് ഭയങ്കര വൈറലായി. അതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതോ എനിക്ക് ആ വ്യക്തിയെ അറിയത്തും കൂടിയില്ല. പിന്നെ ഇത് മൊത്തത്തിലൊരു ഡിസ്കഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്, ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഡിസ്കഷൻ വന്നാൽ എല്ലാവരും പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങും. അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഭയങ്കര വ്യൂസ് കിട്ടും. അപ്പൊ ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര വ്യൂസ് കിട്ടി. അപ്പൊ അൾട്ടിമേറ്റ്ലി ആ ബ്രാൻഡിന് ഭയങ്കര അധികം നെഗറ്റീവായിട്ട് അത് ബാധിച്ചു. അപ്പൊ നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ബ്രാൻഡിനെ പറ്റി വന്നപ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും അവർ മറ്റു രീതിയിലുള്ള ഓഫ്ലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെ കുറെ പാളിച്ചകളുണ്ടായി. അപ്പൊ എന്താ സംഭവിച്ചേ, എന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവര് വാർത്തകളും നുണപ്രചരണങ്ങളും നടത്തി. എന്റെ ഛായാചിത്രം പോലെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്, കാർട്ടൂൺ പിക്ചേഴ്സ് വരെ വെച്ചിട്ടാണ് ചെയ്തത്. എന്റെ പേരോ എന്റെ ചിത്രമോ ഉപയോഗിച്ചെങ്കിൽ എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ഉപയോഗിച്ചിട്ടില്ല, അറിയാവുന്ന ആളാണ്. അത് കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിനു വേണ്ടി പാരവെച്ചത്. സ്വാഭാവികം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. അപ്പൊ അതൊക്കെ ആളുകൾക്ക് മനസ്സിലായി. ജനം മണ്ടന്മാരല്ലല്ലോ, നമ്മൾ കാണിച്ച കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. അപ്പൊ ഈ ജനം മണ്ടന്മാരല്ലല്ലോ. അപ്പൊ ഇവര് കണ്ടു. പിന്നെ അതിന് പുറമെ വീണ്ടും അത്തരത്തിലുള്ള കുറെ സ്ട്രാറ്റജീസ് വന്നു. അപ്പൊ അവര് ശരിക്കും സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. ഒന്ന്, സുജിത്ത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും, നമുക്ക് ആ വണ്ടി ഒന്നും കൂടെ തരാം, നമ്മൾ വേറെ വണ്ടി തരാം, നിങ്ങൾ അതും കൊണ്ടൊന്ന് പോയി യാത്ര പോയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ആ വണ്ടി ഒന്നുകൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, നമ്മൾ തന്ന വണ്ടിക്ക് ഇതിന്റെ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു. അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള തെറ്റായ ഒരു സ്ട്രാറ്റജി എടുത്തത് സ്വന്തം കുഴി തോണ്ടുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് എല്ലാവർക്കും അങ്ങനെ തോന്നിയത്. അതെ, ഞാൻ അറിഞ്ഞത്, എന്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞത് അവരുടെ കോട്ടയം ഷോറൂമിന് മാത്രം 6-7 ബുക്കിംഗ്സ് ക്യാൻസൽ ആയി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആണ് 3-3.5 കോടി രൂപയുടെ ബുക്കിംഗ് ആണ് ക്യാൻസൽ ആയത്. എനിക്കതൊന്നും ആഗ്രഹമില്ല, കാരണം ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടെടുത്തൊരു വണ്ടിയാണ് എന്റേത്. അപ്പൊ ആ വണ്ടി പോലും ഞാൻ വിറ്റു. ഒരു കൊല്ലം 10-30,000 കിലോമീറ്റർ ആ വണ്ടി ഞാൻ ഓടിച്ചിട്ടുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ്, എനിക്ക് ഇപ്പോഴും ആ വണ്ടി ഇഷ്ടമാണ്. എനിക്കത് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവരുടെ ഒരു കസ്റ്റമറായ എന്നെ അവർ ഡീൽ ചെയ്ത രീതി ശരിയായില്ല. അവർ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ റിവ്യൂ ചെയ്യാൻ പോയത്. അത് ഡീലർഷിപ്പ് അല്ല, അവരുടെ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോയത്. വിളിച്ചു വരുത്തിയിട്ട് ആദ്യം വണ്ടി തന്നില്ല, വണ്ടി അപകടത്തിൽപ്പെട്ടിരുന്നു, അപമാനിച്ചു, തിരിച്ചു പോരേണ്ടി വന്നു. രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഈ വണ്ടി നമ്മളെടുത്ത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരാതി പറയുമ്പോഴത്തേക്കിനും ആ പരാതിയെ അതിൻ്റെ രീതിയിൽ എടുത്ത് ചെയ്യാതെ ഇത്തരത്തിൽ ഡീൽ ചെയ്തത് വളരെ മോശമായി പോയി. ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്ന ആ ഒരു എന്നെ പറ്റി മോശമായിട്ട് എഴുതിച്ച ആ ഒരു വാർത്ത ഒന്നിന്റെ പുറത്താണ് നഷ്ടം സഹിച്ചു ഞാൻ ആ വണ്ടി വിറ്റത്. വിൽക്കാനൊരു താല്പര്യമില്ലായിരുന്നു, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടാരോ പറഞ്ഞ് കേട്ടിരുന്ന ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ മറ്റു ചിലത് വരാൻ വേണ്ടിയിട്ടാണ് ചിലത് പോകുന്നതെന്ന്. അപ്പം എനിക്കൊന്ന് ഇപ്പം നമ്മുടെ ഹാരിയർ ആണ് കൂടെ ഉള്ളത്. ഹാരിയർ സംതൃപ്തനാണ്, ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ എന്നാലും എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി ഞാൻ എടുത്തു. ഓടിക്കാൻ നല്ല സുഖമാണ്, ഉള്ള വണ്ടി നമ്മൾ ഹാപ്പി ആയില്ലേ പറ്റുള്ളൂ. അതെ, സുജിത് ബ്രോ വണ്ടി വിറ്റു എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് വണ്ടി കമന്റ്സ് ഞാൻ ഒരുപാട് വായിച്ചിരുന്നു. ഫോർഡ് എൻഡവർ ആണ്, ഷിൻഡോ സാറിന്റെ എൻഡവർ വെറുതെ കൊടുക്കും, ഫ്രീ ആണ്, എന്തൊക്കെ. അവിടെയും പ്രശ്നം ഉണ്ടെന്നേ. എനിക്കിപ്പോ അവര് വെറുതെ ഫ്രീ ആയിട്ട് തന്നിട്ട് ഞാൻ വണ്ടി എടുത്താൽ പോലും എനിക്ക് നെഗറ്റീവ് അല്ലേ ആവുള്ളൂ. അവൻ ഫോർഡിന്റെ പൈസ വാങ്ങിച്ചിട്ട് റോസ്റ്റർ പ്രൊമോട്ട് എന്ന് പറയുന്നത്, എനിക്ക് ഫോർഡും കാശ് വന്നിട്ടില്ല, റോസ്റ്ററുകാരും കാശ് വന്നിട്ടില്ല, ആരും കാശ് വന്നിട്ടില്ല, അങ്ങനെ പറയില്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇറങ്ങിയ വീഡിയോസിന്റെ താഴെ ഇരുന്ന് കമന്റുകൾ വായിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പല കഥകളും എല്ലാവരും നന്നായിട്ട് രസിച്ചു. അല്ല, ഞാൻ എന്റെ വീഡിയോകളിൽ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച വണ്ടിയുടെ പ്രശ്നമാകാമെന്ന് പറയുന്നുണ്ട്. അത് കണ്ടവരും ബാക്കിയുള്ളവരും പിന്നെ ആ കമ്പനിയെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ആന്റി ചൈന വിരോധക്കാരാണ് അത് പിന്നെ പൊലിപ്പിച്ച് വലിയ വിഷയമാക്കിയത്.
ഈ നെഗറ്റീവ് വൈബ് കാര്യങ്ങളൊക്കെ പോട്ടെ, നമുക്ക് കുറച്ച് പോസിറ്റീവ് ചിന്തിക്കാം. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതെ, എന്നാ ഉണ്ണീഷ് ഒരു പാട്ട് പാടിയാലോ നമുക്ക് പോസിറ്റീവായിട്ട്. എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ആരും ചോദിക്കാത്ത ചോദ്യങ്ങളും ആരും പോവാത്ത വഴികളിലൂടെയും പോവാന്ന്. നമുക്ക് ശ്വേത പാട്ട് പാടുവോ? തൊണ്ട എല്ലാരും പറയുന്ന പോലെ തൊണ്ട കിച്ച് കിച്ച് ആണോ? ഓക്കെ, എനിക്ക് മാത്രം പാടി തരുമോ? എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ പേഴ്സണലി അങ്ങനെ പാടി കളിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്വേത ചേച്ചി കുറേ കുക്കിംഗ്, സോറി ശ്വേത, ഇനി ചേച്ചിന്ന് വിളിക്കില്ല കേട്ടോ. ഓക്കെ, ഒരുപാട് കുക്കിംഗ് ആണോ? മാം, ഓക്കെ മാം. ഓ, പേര് വിളിക്കുന്നത് ഇഷ്ടം. ശ്വേത ഒരുപാട് കുക്കിംഗ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പം ഏറ്റവും ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഹസ്ബൻഡിന് കൊടുത്ത ഡിഷ് ഏതായിരുന്നു ലാസ്റ്റ്? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കാം. കോൺഫിഡൻറ്റോടെ ഒരു പ്രസന്റ് ചെയ്തൊരു ഡിഷ് ഏതായിരുന്നു? എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഗ്രീൻ പീസിന്റെ കറി ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായിട്ട് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്. അതെ, അപ്പൊ അവിടെ പോകുമ്പോൾ നല്ല മട്ടർ മസാല കുറെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ആ പരുവത്തിനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. അതുപോലൊന്നും ആയില്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ ആയി. എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 6-7 മാർക്ക് കൊടുക്കാം. 6 മാർക്ക് കൊടുക്കാം. ഇതുവരെ ഉണ്ടാക്കിയതിൽ ഒരു 10-ൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് സംഭവമുള്ളത്? നല്ല ബിരിയാണി ഉണ്ടാക്കും. വെജിറ്റബിൾ ആണ്, ചിക്കൻ അല്ല, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തന്നായിരുന്നു. ഇടിക്കും, അയ്യോ ഇടിക്കല്ലേ. കൂൾ കൂൾ കൂൾ. ശരി, ഇപ്പം സക്സസ് ആയ ഡിഷിന്റെ കാര്യം പറഞ്ഞു, ഫ്ലോപ്പായ എന്തെങ്കിലും കാര്യം പറയാമോ? അത് ചാനൽ തുടങ്ങിയപ്പോ ഉള്ള പരീക്ഷണങ്ങളാണ്. ഞാൻ അന്നേരം എന്തായിരുന്നു, ഓരോ ദിവസം ഓരോന്നെടുത്ത് ഉണ്ടാക്കുന്നു, വീഡിയോ ഇടുന്നു. ഞാൻ അവിടെ മൊറോക്കോയിൽ ഇരുന്നതൊക്കെ കണ്ടുപിടുന്ന വെള്ളം ഓർന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോസ്. അവിടെ കുക്കിംഗ് എക്സ്പെരിമെന്റ്, ഇവിടെ ഓംലേറ്റ്. ഞാൻ തിരിച്ചു വന്നപ്പോ ഒന്നുമില്ല, ഒരു പരീക്ഷണമില്ല, ഒന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം സുജിത് ബ്രോനെ കാണുമ്പോൾ പറയണമെന്നുണ്ടായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു നിങ്ങളെ. എന്തിനാ? കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ INB ട്രിപ്പ് നടക്കാണ്. ആ സമയത്ത് ഞാൻ ഈ വീഡിയോസ് മുടങ്ങാണ്ട് കാണും. അപ്പോൾ കാണും, കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യ വീട്ടിൽ പോയി എന്നിട്ട് ഇതിങ്ങനെ കാണും. അപ്പോൾ എന്നോട് എടുത്തു നോക്കി എന്ന് പറയും. ഞാൻ ഇപ്പം തരും, ഞാൻ ഈ സാധനം കണ്ടോണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. എന്നോട് പറയും, ഓ ഇയാളുടെ വീഡിയോ ഒന്ന് മാറ്റി വെച്ചൂടെ എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ പറയുമായിരിക്കും, ഇങ്ങനെ എന്തിനാണ് അവിടെ പോയി ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? അല്ല, എൻ്റെ ഒരു അന്ത്യാഭിലാഷം ദൈവം. അങ്ങനെയൊന്നും പറയില്ല പാവ. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് സുജിത് ഭക്തന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകും, ഞാൻ സെൽഫി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുജിത് ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്യില്ലേ? അതാണ് ഷേദം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കൈയും കാലം കാണിക്കുന്നത് പ്രൊഡ്യൂസറും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശ്വേത ചേച്ചിയുടെ കുക്കിംഗ് എക്സ്പെരിമെന്റുകൾ. ഇപ്പൊ എത്ര K ആയി? 134 ലാസ്റ്റ് എല്ലാ വീക്കിലും ഓരോ വീഡിയോസ് ആണോ ഇടുന്നത്? ആക്ച്വലി പറയും, സിൽവർ ബട്ടൺ കിട്ടിയപ്പോ ആ ഒരു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മടിയായതുകൊണ്ട് ചെയ്യാത്തയാണ്. സാരില്ല, എല്ലാവരും സത്യം പറഞ്ഞു, മടിയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സുജിത് ഭക്തൻ എന്ന യൂട്യൂബറെ കണ്ട് ഞാനും, എനിക്ക് പണ്ട് മുതലേ ഈ വ്ളോഗിങ് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നത് ഞാൻ സുജിത് ഭക്തനെ കണ്ടിട്ടാണ്. ആദ്യമേ റിസോർട്ടുകളുടെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷമാണ് ബാക്കി യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞിട്ട് ആദ്യം യൂട്യൂബിൽ ഇട്ട വീഡിയോ ഏതാണ്, ഓർമ്മയുണ്ടോ? എന്റെ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ ക്യാമറ കൊണ്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത്, എന്തുവായിരുന്നു, എവിടേക്കോ പോയിട്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് റിസോർട്ടുകളിലൊക്കെ. ഫോണിലായിരുന്നോ ഷൂട്ട് ചെയ്ത്? അന്ന് വേറൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഡിജി ക്യാം എന്തോ. ഓക്കെ, ആദ്യം ആയിട്ട് ഒരു അത്യാവശ്യം വ്യൂ കിട്ടിയ വീഡിയോ ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് ഒരു 365 ദിവസം മഴ പെയ്യുന്ന റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കോട്ടയത്തുള്ളൊരു വീഡിയോ. അങ്ങ് ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ നെറ്റിയായിരുന്നു ആ വ്യൂ ഒക്കെ കണ്ടപ്പോ. സ്വാഭാവികമായിട്ട് കമന്റ്സോ? ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം ഇട്ട വീഡിയോന് അത്രയും വ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം ഞാനായപ്പോൾ ഒരു വീഡിയോ ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ ഓൾറെഡി ഓഡിയോ ഒന്ന് കമൻസ് ആണ് വായിച്ചു നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ നമുക്ക്. ആദ്യം വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് കമൻസ് വരും, പോസിറ്റീവ് കമൻസ് വരും.
അതൊക്കെ ഓർമ്മയുണ്ടോ ആദ്യം വന്ന കമന്റ്സോ കാര്യങ്ങളോ? ആൾക്കാർ ആദ്യം നമ്മളിങ്ങനെ ട്രാവൽ ചാനൽ എന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ നമ്മളിടുന്ന വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവരും ആ സമയത്ത് ട്രാവൽ വീഡിയോസ് വേറെ ഇല്ല. അപ്പൊ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സന്തോഷ് സാറിന്റെ സഞ്ചാര പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ മുഖമൊക്കെ കാണിച്ച് ഹായ് പോയി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എന്ത് തേങ്ങടാ കാണിക്കുന്നത്, നീ പോയിട്ട് സഞ്ചാരം കാണുന്നൊക്കെ പറയും ആൾക്കാർ. അപ്പോൾ ആൾക്കാർക്ക് വ്ളോഗിങ് കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു. സഞ്ചാരം എന്ന് പറയുന്നത് നമ്മുടെ ലെജൻഡ് സന്തോഷ് സാറ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ട് വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ട്, വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, പലപ്പോഴും അല്ല അദ്ദേഹത്തിന്റെ മുഖം കാണുന്നത്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. അതെ, വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം ചരിത്രം പറയുന്ന കഥ പറയുന്ന സംഭവമാണ്. സഞ്ചാരം ഷോ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ട്രാവലോഗ് എന്ന് പറയാം. പക്ഷെ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതാണ്. നമ്മളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പോയിട്ട് വരാം എന്നുള്ളതിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. നമ്മളങ്ങനെ ചരിത്രം അങ്ങനെ പറയാറില്ല. അത് എനിക്ക് എക്സ്പെഷ്യലി പറയാനുള്ളത്, ഞാൻ സുബോന്റെ IMB ട്രിപ്പ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ കൂടെ ഞാൻ ഈ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല, മഞ്ഞ് വീണ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ ആകെ പോയത് സിൽവർ സ്റ്റോമിൽ സ്നോ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഒപ്പം യാത്ര ചെയ്യണ പോലെ ഫീൽ ചെയ്യും. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആയപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞു തരിച്ച കാര്യമാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ നമ്മളും അടുത്തിരുന്ന് കഴിക്കുന്ന എനിക്കപ്പോൾ വിശക്കും അത് കാണുമ്പോൾ. അത് അത്രയും ഒരു എന്താ പറയുക, നാടകീയതൊന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് അത്ര സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 1.5 മില്യണോളം ആയില്ലേ ഇപ്പോൾ യൂട്യൂബിൽ. ഇപ്പോൾ 1.5 മില്യൺ ഉണ്ട്, ഫേസ്ബുക്കിൽ ഒരു 1 മില്യൺ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു 600K ഉണ്ട്. മില്യണുകൾ കുമ്പാരമാണ്. വേഗം എത്തിക്കും മില്യണിലേക്ക്. നമ്മൾ ഒരുമിച്ച് നേടിയ. അപ്പോൾ ഫസ്റ്റ് വീഡിയോന്റെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം, ഈ വ്ളോഗിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആ ഒരു ചിന്ത കിട്ടിയത് എങ്ങനെയാണ്? എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലോഗിംഗ് ആയിരുന്നു പരിപാടി. ബ്ലോഗിങ്ങിന്റെ റവന്യൂ ഒക്കെ കുറഞ്ഞു വന്നു. ഇനി നെക്സ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നിലനിൽപ്പാണല്ലോ. ഞാൻ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ജോലിക്കൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി, സോഷ്യൽ മീഡിയയിൽ തന്നെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു സംഭവം പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ദൈവം സഹായിച്ച് ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ അങ്ങോട്ട് എത്ര നാൾ പോകും, എങ്ങനെയൊക്കെ പോകുന്നൊന്നും അറിയില്ല. ശരി, അപ്പം ദൈവം സഹായിച്ച് ഇത്രയൊക്കെ ആയെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഒരു 2-3 വർഷം കൂടെ ഇങ്ങനെ മാക്സിമം ട്രാവലൊക്കെ ചെയ്ത് വ്ളോഗൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഇപ്പൊ അതൊക്കെ എന്തെങ്കിലും ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് മാറണം. ചെറിയ ബിസിനസ് ആണോ വലിയ ബിസിനസ് ഒക്കെയാണ്? ചെറിയ ബിസിനസ് ആണ്. എപ്പോഴും നല്ലത്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ശ്വേതനെ കൊണ്ടുപോയിട്ടുണ്ട്, കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് പോയപ്പോൾ എന്നെയും കൊണ്ടുപോയിരുന്നില്ലേ? ഇപ്രാവശ്യം പോയപ്പോ എനിക്ക് രാജസ്ഥാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ രണ്ട് സ്ഥലം പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒന്ന് രാജസ്ഥാൻ, രണ്ടാമത്തേത് തായ്ലൻഡ് പോകണം. അത് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്ന് കൊണ്ടുപോകും. ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് തീരുമാനം പറയാം. 1.5 വർഷം കഴിഞ്ഞുകൊണ്ടാ. ഓക്കെ ആണോ? വേറെ നിവർത്തിയില്ല. വാക്കുകൊടുക്ക്. 1.5 വർഷം കഴിയുമ്പോ തായ്ലാൻഡ് കൊണ്ടുപോകും. റെഡി, സെറ്റ്. ഞാൻ സാക്ഷി. പോരെ? ഇനി മറ്റേ പോസ്റ്റ് ഇടുവല്ലോ, ഉറപ്പല്ലേ? കാര്യം സാധിച്ചു. ശരി. അപ്പം ഈ അടുത്ത് ഇവിടെ കൊച്ചിയിൽ ഒരു ചെറിയ താമസ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു എന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. എന്നാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ? ഞാൻ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു വീട് വെക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ കൊച്ചിയിൽ വീട് വെക്കാനുള്ള സാമ്പത്തികം, നമുക്ക് വീട് വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു വീടൊക്കെ വെക്കണ്ടേ? അങ്ങനെ വീടൊക്കെ വെച്ച് വരുന്ന കാശിനുള്ള അതിനുള്ള സ്ഥലം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാം. അങ്ങനെയാണല്ലോ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൈ വില്ല കൺസെപ്റ്റ് ആണ്. ഒരു ടവറിൽ ഒരു നിലയിൽ ഒരെണ്ണേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പണി നടക്കുന്നു. 2022 തീരുള്ളൂ. പതുക്കെ മതിയല്ലോ, അന്നേരത്തേക്കിനല്ലേ പൈസയൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അയ്യോ പാപം. ഇപ്പൊ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നീ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, ഈ ചോദ്യം എന്താ ചോദിക്കാത്തതെന്ന് വിചാരിക്കും. യൂട്യൂബ് വരുമാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പല ഇന്റർവ്യൂസിനും, പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. യൂട്യൂബ് വരുമാനം നല്ലൊരു അത്യാവശ്യം ഞാനിടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇപ്പോൾ അത് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. കാരണം നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്തതിന് ശേഷം ആ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ട്രാവലിങ്ങും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സ്റ്റാഫ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിടുന്ന എഫേർട്ടാണ്. പല കാര്യങ്ങളും നമുക്ക് അതിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫാമിലിയോടൊപ്പമുള്ള സമയം ഒക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഞാനതിൽ ഹാപ്പിയാണ്. മോശമില്ലാത്തൊരു തുക കിട്ടുന്നുണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എറണാകുളത്ത് ഫ്ലാറ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അതെ, കുഴപ്പമില്ലാത്തൊരു തുക കിട്ടുന്നത്. ശ്വേത, യൂട്യൂബ് പൈസ ഒന്നും തുടങ്ങിയോ?
വന്ന് തുടങ്ങി ആദ്യം വീഡിയോ ഇടാത്തോണ്ട് ഇപ്പൊ അധികമൊന്നുമില്ല. ആദ്യത്തെ പേയ്മെന്റ് സംഭവം അറിയോ, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ATM മെഷീൻ അല്ല. ലൈക്ക് ഇപ്പോ ഞാൻ ഇന്ന് ഒരു കപ്പിളിനെ കണ്ടു. അവര് പുതിയൊരു വണ്ടി എടുക്കുന്നു. എന്നോട് ചാവി തരണം, ഞാൻ ചാവി കൊടുത്തു. അവര് എന്നോട് പറഞ്ഞ കാര്യം, അവർ രണ്ടുപേരും എവിടെയോ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവർക്ക് എവിടെയോ ട്രിപ്പ് പോകണം. അപ്പൊ ട്രിപ്പ് പോകാനായിട്ട് ലീവ് കൊടുത്തില്ല. അതുകൊണ്ട് അവർ രണ്ടിനും കൂടെ റിസൈൻ ചെയ്തിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യാത്ര പോവാണ്. ശരിക്കും അതൊരു ഫൂളിഷ് ഡിസിഷനാണ്. നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് എന്തെങ്കിലും ഉണ്ടാവണം. ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. അത് നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നാളെ യൂട്യൂബ് എനിക്ക് പൈസ തരും എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ല. യൂട്യൂബ് ഈസ് നോട്ട് ആൻ ATM മെഷീൻ. നമുക്ക് കുറച്ച് വീഡിയോ ഇട്ടിട്ട് ഇങ്ങോട്ട് കാശ് വാങ്ങുന്ന ഒരു പരിപാടി അല്ല. യൂട്യൂബിൽ നമ്മൾ പാഷനോടെ കൂടി നമ്മൾ നല്ല കണ്ടന്റ് ചെയ്യുക. പൈസ എന്ന് പറയുന്ന പാർട്ട് തനിയെ വരും. ഇപ്പം റീസെന്റ് കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദിവസം 10 മെയിലെങ്കിലും വരും. ചേട്ടാ എൻ്റെ മകന്റെ യൂട്യൂബ് ചാനലാണ് ഇത്, ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് പണ്ടൊക്കെ എൻ്റെയൊക്കെ പ്രായത്തില് നമ്മുടെയൊക്കെ പിള്ളേരെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആൾക്കാരെ ഇവര് പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വിടും. നീന്തൽ പഠിക്കാൻ, ഇല്ല പാട്ട് പഠിക്കാൻ, വയലിൻ പഠിക്കാൻ, സംഗീതം പഠിക്കാനൊക്കെ പറഞ്ഞു വിടും. അപ്പൊ അതേപോലെയാണ് ഇപ്പോ എന്റെ മകന് യൂട്യൂബ് ചാനലുണ്ട്, ഇല്ല എന്റെ മകൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ് അവരെ കൊണ്ട്. ചെയ്യടാ യൂട്യൂബ് ചാനൽ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട്. അതൊരു മോശം സ്ട്രാറ്റജി എന്നല്ല പറയേണ്ടത്, അതൊരു തെറ്റായ പ്രവണതയാണ്. കാരണം അത് രണ്ട് രീതിയിൽ ചിലപ്പോൾ അവർക്ക് നല്ലതാവാം, പക്ഷെ അവർക്കത് വേറെ രീതിയിലേക്ക് മാറും. അപ്പൊ അതെന്തോ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് ആ വഴിക്ക് ഓക്കെ. ഞാൻ വരുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ എന്നാലും അത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കണം. പഠിത്തത്തിന്റെ സമയത്ത് നമ്മൾ മറ്റു ശ്രദ്ധ വന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പഠിക്കാനുള്ള ആ ഒരു ഇതങ്ങോട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതേസമയം കൊച്ചു കുട്ടികൾ ഈ വീഡിയോ ചെയ്ത് സക്സസ് ആയി പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും പഠിക്കുന്ന സമയത്ത് പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെ, എന്റെ അപ്പനോട് അങ്ങനെ തന്നെ പറയാം. വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ATM കാശ് കിട്ടും എന്നല്ല, ബട്ട് ദെൻ എനിക്ക് ബോർ അടിക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ എന്റെ അനിയൻ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. എന്റെ അമ്മയാണ് ആക്ച്വലി അവനെ നിർബന്ധിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചത്. നീ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവനെ നീ പോയി വീഡിയോ ചെയ്യുന്നോട് നിർബന്ധിക്കത്തുമില്ല. അവന് 2 കൊല്ലം കൊണ്ട് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. കാരണം ഞാനത് ചെയ്യില്ല, നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞത് എല്ലാം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള കൺസെപ്റ്റ് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഓപ്പണായിട്ട് പറഞ്ഞു തന്നതാണ്. എല്ലാ പ്രേക്ഷകരും ഇതൊക്കെ ഒരു ഹെൽപ്ഫുൾ ഒരു കാര്യങ്ങളായിട്ട് എടുക്കണം, വേറെ രീതിയിലൊന്നും എടുക്കരുത്. യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരും. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബിലേക്ക് എത്ര ആൾക്കാർ വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്താ പറയാ, നമുക്ക് എത്ര മലയാളം TV ചാനലുകളുണ്ടല്ലേ, എത്ര യൂട്യൂബ് ചാനലുകളുണ്ടല്ലേ, എല്ലാം നമ്മൾ കാണുന്നില്ലേ? കാണും. നമുക്ക് വേണ്ടത് നമ്മൾ പോയി സെലക്ട് ചെയ്ത് കാണും, നമുക്ക് ഇഷ്ടമുള്ളത് കാണും. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്റെ വീഡിയോ കാണും, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ വീഡിയോ കാണും. അതങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തവരായിരിക്കും. എന്നാലും പറയാൻ പറ്റുള്ളൂ, എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ പറ്റും. തമാശ പറഞ്ഞാണ്. അപ്പോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പുറത്തൊരു റെസ്റ്റോറന്റ് തുടങ്ങി. റെസ്റ്റോറന്റ് 1 മാസം കൊണ്ട് ഭയങ്കര സക്സസ് ആയി. തൊട്ടപ്പത്ത് അതേപോലെ ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറന്റ് വേറൊന്നും കൂടെ വരും. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു 10-15 റെസ്റ്റോറന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബിസിനസ് ആയില്ലേ? ആർക്കും ബിസിനസ് പോകുന്നില്ല. അപ്പൊ ഇത് മൊത്തത്തിലൊരു റെസ്റ്റോറന്റുകളുടെ ഒരു ഏരിയ ആയി മാറി. അപ്പൊ എന്താണ്, എല്ലാവർക്കും ബിസിനസ് ആയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം പല കാര്യങ്ങളും കോമ്പറ്റ് ചെയ്യാനായിട്ട് പല ഓപ്പോസിറ്റ് വേറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശത്രുക്കളുണ്ടാവും, ഓപ്പോസിറ്റ് വേറെ ചാനൽസ് ഉണ്ടാവും, കോമ്പറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും കോമ്പറ്റീഷൻ ആണല്ലോ. കോമ്പറ്റീഷൻ വേണമല്ലോ, കോമ്പറ്റീഷൻ ഉണ്ടല്ലേ. അത് കേൾക്കുമ്പോൾ ഒരു സുഖ. അതാണ് വേണ്ടത്. കോമ്പറ്റീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവിടെ തന്നെ ഇരിക്കത്തല്ലേ ഉള്ളൂ, ഇല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ വ്യത്യസ്തമായിട്ട്? ഒന്നും ചെയ്യില്ല. ശരിയാ, കോമ്പറ്റീഷൻ വേണം. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ കൗണ്ടിലൊന്നും അല്ല കാര്യം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 26.5 lakh. 26 ലക്ഷം. നിങ്ങളുടെ എല്ലാ വീഡിയോ 26 ലക്ഷം പേര് കാണുന്നില്ലല്ലോ. ഇല്ല. എന്റെ യൂട്യൂബ് ചാനലിന് 15 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോ അത്രയും പേര് കാണുന്നില്ല. അതിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കാണുള്ളൂ. ഞാനൊരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ 10 വീഡിയോയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ഇഷ്ടം വേറെയാണ്.
ചിലപ്പോൾ ഞാൻ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടം, ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രമേ നമ്മുടെ വീഡിയോ കാണുകയുള്ളൂ. അത് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് സബ്സ്ക്രൈബർ കൗണ്ടിലൊന്നും അല്ല കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രത്തോളം ആ വീഡിയോ കാണുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാനൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഈ വ്ളോഗ് കാര്യങ്ങളൊക്കെ വന്നു ഒരു സെലിബ്രിറ്റി ലൈഫിലോട്ടൊക്കെ ഇപ്പോൾ ആയി. സുജിത് ഭക്തർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം സെലിബ്രിറ്റി ലൈഫായി. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈവസി ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രൈവസി ഇല്ല, പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് പ്രൈവസി ഉണ്ടാവില്ല. അതൊരു ചില സമയത്ത് ഒരു സന്തോഷമാണ്, പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഹോസ്പിറ്റൽസിൽ എമിലി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു സുഹൃത്ത്, അവൻ എന്തോ സർജറിക്ക് വേണ്ടി എന്തോ പോയ സമയത്ത് കൈയുടെ എക്സ്റേ എടുക്കാൻ വേണ്ടി റൂമിൽ എക്സ്റേ ടേബിളിൽ ഇങ്ങനെ തുണിയിലാണെന്ന് സെൽഫി എടുത്തിട്ട് അല്ല അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നല്ല സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഈ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറെ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഡ്രസ് എടുക്കാൻ വേണ്ടി കുറെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊന്നും ഇപ്പൊ എനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ, വിശ്വസിക്കില്ലേ. ഇന്നലെ ഷോപ്പിംഗ് ചെയ്യാൻ പോയത് എനിക്ക് വേണ്ടി, പക്ഷെ ചെയ്ത് വന്നത് അല്ല പറഞ്ഞ നമുക്കൊരു എന്താ പറയാ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഷോപ്പിംഗ് നമുക്ക് അതിനിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സംഭവം. ഈ ആരാധകന്മാരുടെ മെസ്സേജുകൾ വരുമല്ലോ, ഫാൻസ് ആരാധികമാരുടെ മെസ്സേജുകൾ വരുമല്ലോ ഇഷ്ടം പോലെ. ശരി, നോക്കാറുണ്ടോ? മെസ്സേജസ് നോക്കാറുണ്ടോ? അതൊക്കെ ഒരു സന്തോഷമല്ലേ. അവർക്കും എന്തെങ്കിലും ഒരു മെസ്സേജ് ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? ടു ബി ഫ്രാങ്ക് മെസ്സേജസ് എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല. നമുക്ക് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം നോക്കും. എനിക്ക് അങ്ങനെ മെസ്സേജ് നോക്കാൻ ആ സ്റ്റാഫിന്റെ ഒരു ഭാഗ്യം. ഇഷ്ടംപോലെ മെസ്സേജുകൾ. അവൻ ചതിച്ചാൽ മതി. അയ്യോ, നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പലരുടെയും ധാരണ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഫെയിമാണ്. ശരിക്കും പറഞ്ഞാൽ സുജിത്തേട്ടൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും വർഷമായി ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മേക്കറാണ്. അപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ഭാവി എന്താണ്? മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ഞാൻ 2008 മുതൽ സോഷ്യൽ മീഡിയയിൽ വന്ന ആളാണ്. ഞാൻ വന്ന സമയത്ത് ആദ്യമായിട്ട് സജീവമായത് ഓർക്കുട്ടിലാണ്. ഓർക്കുട്ടില് കുറെ വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കുട്ട് മാറി, പിന്നെ പതുക്കെ ഫേസ്ബുക്ക് വന്നു, പിന്നെ ടംബ്ലർ തുടങ്ങിയ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നു. പിന്നെ ബ്ലോഗിങ് എഴുതി തുടങ്ങി. അന്ന് വെബ്സൈറ്റുകളായിരുന്നു ഒരു കാലത്ത് ഭയങ്കരമായിട്ട് റവന്യൂ തന്നുകൊണ്ടിരുന്നൊരു സംഭവം. വെബ്സൈറ്റുകളിൽ നിന്നും മാറി പിന്നെ യൂട്യൂബ് വന്നു. യൂട്യൂബിൽ നിന്ന് ഇപ്പൊ പതുക്കെ അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്ക് ഇപ്പൊ ഇവിടെ അല്ലേ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പുറത്തെ രാജ്യങ്ങളൊക്കെ ടിക്ടോക്ക് ഇതാണ്. ഇപ്പം ടിക്ടോക്കിന്റെ ആ ഒരു ഷോർട്ട് വീഡിയോസിന്റെ ഒരു സംഭവം ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തി. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നു, യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോസ് തുടങ്ങി. പിന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പുതിയ പുതിയ സംഭവങ്ങൾ വരും. ധാരാളം OTTs വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള ടെലിവിഷൻ ചാനലുകളാണെങ്കിൽ പോലും അവരെല്ലാവരും ഇപ്പൊ കൗമുദി, എനിക്ക് കൗമുദി TV കാണുന്നതിലും കൂടുതൽ ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ടാവും. ഇപ്പോ നാളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മാറിപ്പോവുകയാണ്. ഇപ്പൊ TV മാറി മൊബൈൽ ഡിവൈസുകളിലുള്ള സംഭവങ്ങളായിട്ട് വരികയാണ്. ഞാനൊരിക്കലും യൂട്യൂബ് എന്ന് ഞാനൊരിക്കലും ഒരു യൂട്യൂബറായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അപ്പം ഞാൻ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഞാൻ ഈ 3 സോഷ്യൽ മീഡിയകളിലും ഞാൻ ഒരേപോലെ ആക്റ്റീവാണ്. അതോടൊപ്പം തന്നെ എനിക്ക് വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരേപോലെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നമ്മൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതേപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ നാളെ ചിലപ്പോൾ OTTയിലായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയില്ല എന്താണുള്ളത്. അപ്പം അതിങ്ങനെ മാറി മാറി വരും. അപ്പൊ ഈ ഒരു മാക്സിമം പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ഹെൽപ്പ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഫെയിം ഉണ്ടാക്കി നമ്മളൊരു ബ്രാൻഡായി മാറാൻ ശ്രമിക്കുക. നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം. ആ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ ശത്രുക്കളുണ്ടാവും, അവർക്ക് അതിനാണ് ചെയ്യുന്നത്. നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ആ ഒരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും നാളായിട്ട് അതങ്ങനെ കളഞ്ഞു വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട്, കാരണം ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടപ്പോൾ ഞാനല്ലാതായി. സുജിത്തിനെ വർഷമെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്നോടുള്ളൊരു വിശ്വാസം മാത്രമാണ്.
ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്നെ ആരും, ഞാൻ പറയുന്നതിനെ ആരും വില വെക്കില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ ഒരു ഫീല്. പല വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ക്ലിപ്പിങ്സ്, മോട്ടിവേഷണൽ ഈ ബാക്ക്ഗ്രൗണ്ട് BG ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഇല്ലേ. ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു പോർഷൻ ചിലപ്പോൾ അതുപോലെ നാളെ വൈറലാവാൻ സാധ്യതയുണ്ട്. ഞാൻ പെട്ടെന്നൊരു 5 കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഉടൻ മനസ്സിൽ വരുന്ന ഉത്തരം എന്നോട് പറയണം. ആദ്യം റോണോട് തന്നെ ചോദിക്കാം. എമിൽ ജോർജ്. ഡ്രൈവിംഗ് ആണ് അവന്റെ പാഷൻ. സോ അവന് വണ്ടി ഡ്രൈവിംഗ് ആണ് അവന്റെ പാഷൻ. ഡ്രൈവർ സുഖു. അതെ, അങ്ങനെ ഒരു ലേബിൾ ഉണ്ടായിപ്പോയി, ഡ്രൈവർ സുഖു. സാരില്ല. ഓക്കെ. ഗ്ലോസ്റ്റർ. എന്താ പറയാ, എന്തെങ്കിലും പറ. അതെ അതെ, ഞാൻ ആ ഉത്തരമാണ് ഇവിടെ പ്രതീക്ഷിച്ചത്. വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ടു ബി ഫ്രാങ്ക്. ഓൺ റോഡ് ഓടിക്കാനായിട്ട് ഓഫ് റോഡ് കാപ്പബിലിറ്റിയിൽ ഞങ്ങൾക്ക് തന്ന വണ്ടി ഇല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ പറഞ്ഞിട്ടില്ല. ഗ്ലോസ്റ്റർ ഈസ് എന്താ പറയാ, നിലവിൽ ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വലിയ വണ്ടി. ശരി. ശ്വേത ഭക്തൻ. സ്മൈൽ. എന്താ, എന്ത് വേണം? ഓക്കെ. തായ്ലാൻഡ്. തായ്ലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാരിസിക. ഞാൻ അടുത്ത ഹാരിസിക്കയുടെ കാര്യമാണ് ചോദിക്കാന്ന് വിചാരിച്ചത്. ഹാരിസിക്ക ആക്ച്വലി ഞാൻ ഏതൊരു ഇന്റർവ്യൂ കണ്ടു, സ്വന്തം മോനെ പോലെ കൊണ്ടു നടക്കും. എനിക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കെയറിങ് ആയിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുന്ന കാര്യമായാലും KFC കൊണ്ടുപോകുന്ന കാര്യമായാലും എന്തെങ്കിലും ഹാരിസിക്കാനെ കുറിച്ച്. ശരി, ഓക്കെ. ഇനി ശ്വേതയോട് ചോദിക്കട്ടെ. ടെക് ട്രാവലീറ്റ്. എന്നാ സുജിത് ഭക്തൻ. ഓക്കെ, അതിൽ ഒതുക്കി, വേറെ ഒന്നും പറയാനില്ലേ? കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അത്രത്തോളം പാഷൻ ഉള്ളതുകൊണ്ടാണ്, ട്രാവലിങ്ങിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ ചാനൽ ഇത്രത്തോളം എത്തിയതെന്നാ എനിക്ക് തോന്നിയത്. സോ ഹീസ് പാഷൻ. ട്രാവൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ. സന്തോഷം. ഓക്കെ, കുറച്ചുകൂടി എന്തെങ്കിലും അനുഭവം കൂടി എന്നോട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യൂറേഷൻ കിട്ടിയാനെ. ഞാൻ അതും കണ്ടിട്ടുണ്ട്. ഒരു പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ചത്, പെൺകുട്ടിയുടെ അടുത്ത്, നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടോന്ന് എനിക്കറിയില്ല, പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചത് വേറൊന്നുമല്ല, കാറി കയറുമ്പോൾ ഛർദിക്കോ, യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ, ഓക്കെ പോരുന്ന എൻ്റെ കൂടെ. ഇതാണ് ആ സംഭവം. കുറേ ഇന്റർവ്യൂസിലൊക്കെ വന്നാണ്, അതാണ് ഞാൻ പിന്നെ ചോദിക്കാണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിരിയാണി ഉണ്ടാക്കി എന്തെങ്കിലും, ഇതൊക്കെ ഭയങ്കര ഷോർട്ടായിട്ട് പറയണല്ലേ, എന്തെങ്കിലും ഒരു അനുഭവമൊക്കെ ആയിട്ട് വിശദമായിട്ട് പറയൂ. കുക്ക് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. അത് കഴിക്കുമ്പോൾ ഇവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. ഈ കുക്ക് ചെയ്ത എന്തെങ്കിലും ഡിഷ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യമായി കുക്ക് ചെയ്തപ്പോൾ അമ്മ ഇപ്പം ഈ ഫസ്റ്റ് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഏതെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ? ഏതാ? ബിരിയാണിയാണ്. ബിരിയാണിയാണ് മാസ്റ്റർ പീസ് അല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കാം. MG ഗ്ലോസ്റ്റർ ഓടിച്ചായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? ഞങ്ങൾക്ക് കിട്ടിയത് വെറും 1/4 മണിക്കൂറാണ് ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയത്. 1/2 മണിക്കൂർ എപ്പിസോഡ് എടുക്കണം അതിനകത്ത്. പിന്നെ ഞങ്ങൾക്ക് ഓഫ് റോഡ് ഒന്നും അതിനകത്ത് ചെയ്യാൻ കിട്ടിയില്ല. ആകെ ഞാൻ പറഞ്ഞില്ല 1/4 മണിക്കൂർ ഞങ്ങൾക്ക് ആ റോഡ് കിട്ടി, അതും കളമശ്ശേരി പോലത്തെ ഒരു സ്ട്രേറ്റ് ഹൈവേയിൽ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ സാധനം. ഒരു എപ്പിസോഡ് ഉണ്ടാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. ഓക്കെ. ആ വണ്ടി നല്ല വണ്ടിയാണ്. ആ വണ്ടി അത്രയും ആ ഒരു പൈസക്ക് അത്രയും വലിയൊരു വണ്ടി, അത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി നമുക്ക് നിലവിൽ ഇപ്പോൾ വേറെ ഒരു കോമ്പറ്റീറ്ററിനും ഇല്ല. അല്ലെങ്കിൽ പിന്നെ യു ഹാവ് ടു ഗോ ഫോർ BM X3 അല്ലെങ്കിൽ X1 പോലെയുള്ള വണ്ടികളിലേക്കൊക്കെ പോകാം. വേറൊരു കാര്യം ഞാൻ കേട്ടില്ല, അടുത്ത വണ്ടി എന്തോ BM ആണെന്നൊക്കെ ഒരു ഞാൻ കേട്ടിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയെന്നോ BM. സുജിത് ഭക്തൻ തിരിയുന്നതും പറയുന്നൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വീടൊക്കെ ഒന്ന് കൈ കിട്ടിയിട്ട് ഓർത്തു. അത്ര നല്ലൊരു വണ്ടി ആ ഒരു പൈസക്ക് വേറെ ഇല്ല, ടു ബി ഫ്രാങ്ക്. എന്താ പറയാ, അതിന് പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇപ്പോഴാണെങ്കിലും ഞാൻ പറയുകയാണ്, MG ഗ്ലോസ്റ്റർ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഫോർച്യൂണറും എൻഡവറും MG ഗ്ലോസ്റ്ററും എടുത്തിട്ട് ഈ 3 കൊണ്ട് എവിടെയെങ്കിലും ഒരു നല്ലൊരു ഓഫ് റോഡിങ് സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആ വണ്ടി പ്രൂവ് ചെയ്യാം. ആ വണ്ടി ഓഫ് റോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. പോർഷയില്ലല്ലോ, അതായത് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ അതിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. നാളെ ആ വണ്ടി നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പറയുകയും ചെയ്യും. വേറൊരു വണ്ടി തന്നാൽ മതിയല്ലോ. അയ്യോ, നിങ്ങളുടെ
ഇപ്പം ട്രിപ്പ് പോയില്ലേ എൻ്റെ ഓർമ്മ കൊണ്ട് അതിൻ്റെ വീഡിയോസ് കട്ട് ചെയ്ത് ഷിൻഡോ സാറിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നുണ്ട്. ഷിൻഡോ സാറിന്റെ മാത്രമല്ല, അത് കുറേ സ്ഥലത്ത് വാട്സപ്പ് സ്റ്റാറ്റസ്. അയ്യോ, ഞാൻ ഷിൻഡോ സാറിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ മരുഭൂമിയൊക്കെ ഓടിച്ചതും അതൊക്കെ. അയ്യോ, ആൾക്കാരൊക്കെ അവിടെ കൈരളി കൂടി കയറി പോയിട്ട് ഷിൻഡോ സാറിന്റെ കൂടെ സെൽഫി എടുക്കുന്നു, ഷിൻഡോ സാർ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഷോറൂമിൽ വന്നിട്ട് ഇതാ ചോദിക്കുന്നേ, ഷിൻഡോ സാർ ആരാ, ഇതായിരിക്കുന്നു, ഒരു സെൽഫി എടുത്തോട്ട്. ഇതാണ് അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, മനസ്സിലായില്ലേ? അപ്പം മാർക്കറ്റിംഗിന്റെ രണ്ട് വശങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. ഒന്ന് തെറ്റായ ഒരു സ്ട്രാറ്റജിയും, ഒന്ന് മാർക്കറ്റിംഗ് വളരെ മികച്ച രീതിയിൽ ചെയ്തതിന്റെ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കും നമ്മൾ. അടുത്ത കൊല്ലം ഇതിലും വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് പോകണം. അടുത്ത വർഷം ഇതുപോലെ ഇൻ്റർവ്യൂവിന് ഞാനിങ്ങനെ വന്നിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ആ ഇൻ്റർവ്യൂ കാണാൻ ഇങ്ങനെ ഉണ്ടാവണം. ഈ സുജിത് ഭക്തനാണോ തന്നെ, എന്നാൽ പൊളി എന്നുള്ള മൈൻഡിൽ വരണം. ചേച്ചിയും അടുത്ത പ്രാവശ്യം വരണം. അപ്പോൾ ക്രിസ്മസിന് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, കൊടുക്കുക, എന്നിട്ട് ആ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്തായാലും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നോവലിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ശ്വേതയുടെയും വക വലിയൊരു ക്രിസ്മസ് വിഷസ് നേർന്നുള്ളൂ. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.